മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് നിർമ്മിക്കുന്ന സർക്കാർ ടൗൺഷിപ്പിലെ വിവാദത്തിന് പിന്നാലെ ചോർച്ച പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ തുടങ്ങി. വീടുകൾക്ക് മുകളിൽ വാട്ടർ പ്രൂഫിംഗോടൊപ്പം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിള്ളലുണ്ടെന്ന ആരോപണം ഉയർന്ന വീട്ടിലെ റവന്യൂ മന്ത്രി കെ രാജന്റെ പരിശോധന വെറും നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വിള്ളലുണ്ടായി എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടിയും പ്രതികരിച്ചു. സർക്കാർ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടുകളിൽ ചോർച്ച കണ്ടെത്തിയ വീടുകളിലെ അപാകതകൾ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ കോൺക്രീറ്റ് ചെയ്ത വീടുകൾക്ക് മുകളിൽ വാട്ടർ പ്രൂഫിംഗിനോടൊപ്പം വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതിനിടെ വീടുകളിൽ വിള്ളലുണ്ടായി എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. 5,80,00,000 ആണല്ലോ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നൊരു വിശ്വസിക്കാൻ പറ്റുന്ന കണക്കല്ലല്ലോ. നാണമില്ലേ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ അതിന്റെ ചോർച്ച കാണാൻ വേണ്ടി പോയിരിക്കുന്നു. മന്ത്രി കെ രാജൻ ഇന്നലെ ടൗൺഷിപ്പിൽ നടത്തിയത് നാടകമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. എന്ത് നാടകമാണ്? മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്. മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. വിവാദങ്ങൾക്ക് പിന്നാലെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ടൗൺഷിപ്പ് സന്ദർശിച്ചു. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ടൗൺഷിപ്പിനെ കുറിച്ച് മിണ്ടാൻ അർഹതയില്ലെന്ന് വസീഫ് പറഞ്ഞു. ഞങ്ങളുടെ ഇൻട്രസ്റ്റിന്റെ അത്ര പോലും പിരിക്കാൻ പറ്റാത്ത മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ഏതോ കിനിഞ്ഞിറങ്ങുന്ന ഭാഗമുണ്ടെന്നും പറഞ്ഞിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഈ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ എന്താ പറയുക? ടൗൺഷിപ്പിലെ വീടുകളിൽ നിലവിൽ കണ്ടെത്തിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം മാത്രമേ വീട് കൈമാറൂ എന്നാണ് ഊരാളുങ്കൽ അധികൃതർ പറയുന്നത്. ഫേസ് 1-ൽപ്പെട്ട 178 കുടുംബങ്ങൾക്ക് മെയ് 20-നകം വീട് കൈമാറാൻ കഴിയുമെന്നും ഊരാളുങ്കൽ അവകാശപ്പെടുന്നു. മീഡിയ 1 വയനാട്.